നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ വായിലുള്ളത് ചോദിച്ചു വാങ്ങി വാ മൂടിക്കെട്ടി പാകിസ്ഥാൻ. പലപ്പോഴും അത് കണ്ടിട്ടുള്ളതാണ്. ഇത്തവണ അത് കുറച്ച് കടുപ്പമായി. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഒരു പെൺസിംഹത്തിന്റെ കയ്യിൽ നിന്നാണ് അടി കിട്ടിയിരിക്കുന്നത്. UN ജനറൽ അസംബ്ലിയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല UN അസംബ്ലിയിൽ പലപ്പോഴും പാകിസ്ഥാൻ നടത്തുന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല ആരോപണങ്ങൾക്കും ഇന്ത്യ ആ വേദിയിൽ വെച്ച് തന്നെ അതിശക്തമായിട്ടുള്ള മറുപടിയാണ് നൽകാറുള്ളത്. അത് തന്നെയാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അസംബന്ധ നാടകങ്ങൾ എന്നാണ് ഷെരീഫിന്റെ പരാമർശങ്ങളെ ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഒരു നാടകത്തിനും യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാനാകില്ലെന്നും മറുപടി പ്രസംഗത്തിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗെഹ്ലോട്ട് പറഞ്ഞു. പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കാതലായ ഭീകരവാദത്തെ വീണ്ടും മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയാണ് അസംബ്ലിയിൽ കണ്ടതെന്നും അവർ വിമർശിച്ചു. പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രവും ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ഒരു നാടകത്തിനും എത്ര വലിയ നുണകൾക്കും വസ്തുതകളെ മറച്ചുവെക്കാനാകില്ല. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയെ 2025 ഏപ്രിൽ 25 UN രക്ഷാസമിതിയിൽ വെച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ച അതേ പാകിസ്ഥാനാണ് ഇതെന്നാണ് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ പ്രസിഡന്റ്, വർഷങ്ങളായി ഭീകരവാദത്തെ വളർത്തുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. ഒസാമ ബിൻ ലാദനെ ഒരു പതിറ്റാണ്ടോളം സംരക്ഷിക്കുകയും അതേസമയം തന്നെ ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ പങ്കാളിയായി അഭിനയിക്കുകയും ചെയ്ത രാജ്യമാണിത്. തങ്ങൾ പതിറ്റാണ്ടുകളായി ഭീകരവിരുദ്ധ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും അവരുടെ മന്ത്രിമാർ അടുത്തിടെ സമ്മതിച്ച കാര്യവും ഈ വേളയിൽ ഓർക്കണം. ഈ ഇരട്ടത്താപ്പ് പ്രധാനമന്ത്രിയുടെ തലത്തിൽ പോലും തുടരുന്നതിൽ ഒട്ടും അതിശയിക്കേണ്ടതില്ലെന്നും പെറ്റൽ ഗെഹ്ലോട്ട് ആഞ്ഞടിച്ചു. സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്നാണ് ഷഹബാസ് ഷെരീഫ് നേരത്തെ പറഞ്ഞിരുന്നത്. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് വിശേഷിപ്പിച്ച പാക് പ്രധാനമന്ത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അദ്ദേഹം പരിഹരിച്ചുവെന്നും പുകഴ്ത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ കൃത്യമായി തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആരാണ് പാകിസ്ഥാനെ സഭയിൽ ഇത്രയധികം വിറപ്പിച്ചിട്ടുള്ള പെറ്റൽ ഗെഹ്ലോട്ട് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആദ്യമായിട്ടല്ല പെറ്റൽ ഗെഹ്ലോട്ട് ഇത്തരത്തിൽ മറുപടി നൽകുന്നത്. അന്താരാഷ്ട്ര വേദിയിലടക്കം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ഇന്ത്യയുടെ നയങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ നിലപാടുകളെക്കുറിച്ചും കൃത്യതയോടും വ്യക്തതയോടും കൂടി സംസാരിക്കുന്നത്. പെറ്റൽ ഗെഹ്ലോട്ടിന്റെ അക്കാദമിക് യാത്ര നയതന്ത്രത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കരിയറിന് അടിത്തറ പാകിയതായിരുന്നു. മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ അവർ അവിടെ നിന്ന് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് ഫ്രഞ്ച് ലിറ്ററേച്ചറിൽ ബിരുദം നേടി. ഈ വിഷയത്തോടുള്ള അവരുടെ അഭിനിവേശം അവരെ ഡൽഹി സർവകലാശാലയിലെ ലേഡി ശ്രീറാം കോളേജിലേക്ക് നയിച്ചു. അവിടെ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണമായ ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ അറിവും വിശകലന വൈദഗ്ധ്യവും ഈ ശക്തമായ അക്കാദമിക് പശ്ചാത്തലം അവരെ സജ്ജമാക്കി. 2015 ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ അതായത് IFS ചേർന്നാണ് പെറ്റൽ ഗെഹ്ലോട്ട് അവരുടെ നയതന്ത്ര യാത്ര ആരംഭിച്ചത്. അവരുടെ സമർപ്പണവും ജോലിയോടുള്ള പ്രതിബദ്ധതയും അവരുടെ കരിയറിൽ ഉടനീളം പ്രകടമായിരുന്നു. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പെറ്റൽ ഗെഹ്ലോട്ടിന്റെ സംഭാവനകൾ നിലവിലെ റോളിനപ്പുറം വ്യാപിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യൂറോപ്യൻ വെസ്റ്റ് ഡിവിഷനിൽ അണ്ടർ സെക്രട്ടറിയായി അവർ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ അവർ പാരീസിലും സാൻ ഫ്രാൻസിസ്കോയിലും ഇന്ത്യൻ മിഷൻ കോൺസുലേറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ വൈവിധ്യമാർന്ന പോസ്റ്റിംഗുകൾ അവർക്ക് വിലപ്പെട്ട അനുഭവവും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിശാലമായ കാഴ്ചപ്പാടും നൽകിയിട്ടുണ്ട്. പെറ്റൽ ഗെഹ്ലോട്ടിന്റെ പ്രൊഫഷണൽ നേട്ടങ്ങൾ തീർച്ചയായും ശ്രദ്ധേയമാണെങ്കിലും നയതന്ത്ര മേഖലയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന കഴിവുകൾ അവർക്കുണ്ട്. അവർ ഒരു സമർത്ഥിയായ ഗിറ്റാർ വാദകയാണ്. ഗിറ്റാർ ഡിപ്ലോമാറ്റ് എന്ന സ്നേഹപൂർവ്വമായ പദവി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ട്വിറ്ററിൽ വ്യാപകമായ അംഗീകാരം നേടിയ ബെല്ല സിയാവോ എന്ന ഇറ്റാലിയൻ ഗാനത്തിന്റെ കവർ ഗാനം അവർ അവതരിപ്പിച്ചപ്പോഴാണ് അവരുടെ സംഗീത വൈദഗ്ധ്യം മുൻപന്തിയിലെത്തിയത്. LPയിലെ ലോസ്റ്റ് ഓൺ യു എന്ന ഗാനത്തിന്റെ ആലാപനവും അവരുടെ സംഗീത കഴിവുകളുടെ മറ്റൊരു തെളിവാണ്.
ഒരു പ്രമുഖ നയതന്ത്രജ്ഞ എന്ന നിലയിലുള്ള പെറ്റൽ ഗെഹ്ലോട്ടിന്റെ ഉദയവും ഒരു സംഗീതജ്ഞ എന്ന നിലയിലുള്ള അവരുടെ ആകർഷകമായ കഴിവുകളും അവരെ ശ്രദ്ധാകേന്ദ്രത്തിലാക്കുക മാത്രമല്ല, ഇന്ത്യയിലെ യുവാക്കളുടെ വൈവിധ്യമാർന്ന കഴിവുകളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ലോകവേദിയിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അവർ വാചാലയായി നേരിടുകയും തന്റെ സംഗീത കഴിവുകളാൽ പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ പെറ്റൽ ഗെഹ്ലോട്ട് ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നു. പാരമ്പര്യത്തെ ആധുനികതയുമായി, നയതന്ത്രത്തെ കലാപരമായ ആവിഷ്കാരവുമായി, അറിവിനെ പ്രവൃത്തിയുമായി സംയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രം. ആഗോളവേദിയിൽ അവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് തുടരുമ്പോൾ പെറ്റൽ ഗെഹ്ലോട്ടിന്റെ സംഭാവനകൾ നയതന്ത്ര ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും ആ ഒരു മുദ്ര തന്നെയാണ് ഇന്നും കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ വാ അടപ്പിക്കാൻ ഈ പെൺസിംഹത്തിനെ കൊണ്ട് സാധിച്ചു. അതാണ് കണ്ടിരിക്കുന്നത്. ആ രാജ്യത്ത് സ്ത്രീകളെയും പെൺകുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭ്യമല്ലാത്ത കാലത്ത് ഇവിടെ നമ്മുടെ ലോകത്തിന് മുഴുവൻ വേണ്ടി സംസാരിക്കുന്നത് സ്ത്രീകളാണ്. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. അതേസമയം ഇന്ന് UN പൊതുസഭയെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ദിവസം ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് S ജയശങ്കർ ഇന്നും മറുപടി നൽകും. ഇന്ത്യയുടെ 7 പോർവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്നിങ്ങനെ പൊള്ളയായ അവകാശവാദങ്ങളാണ് പാക് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ഇതിനെ സ്വതസിദ്ധമായ ശൈലിയിൽ ജയശങ്കർ എണ്ണി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം UN പൊതുസഭയിൽ നൽകും. ഊർജ്ജ സുരക്ഷ ദേശീയ താൽപര്യങ്ങളുമാണെന്നും അതിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നത് ഇരട്ടാത്താപ്പാണെന്നും അടക്കമുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക. നിലവിലെ വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യക്കാർക്കുള്ള നിലപാടും അദ്ദേഹം വ്യക്തമാക്കും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ വിമർശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ ലംഘിച്ചതായി ഷഹബാസ് ഷെരീഫ് ആരോപിച്ചു. സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജലത്തിലുള്ള അവകാശം സംരക്ഷിക്കും. കരാറിന്റെ ഏതൊരു ലംഘനവും യുദ്ധത്തിന്റെ നടപടിയായി കണക്കാക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിനുശേഷം പാകിസ്ഥാൻ അങ്ങോട്ട് കഷ്ടകാലം മാത്രമായിരുന്നു. എന്നിരുന്നാലും കൃത്യമായിട്ട് ഇത്തരത്തിൽ വാക്കുകളിലൂടെ ഇന്ത്യക്കെതിരെ ഇപ്പോഴും പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഡൊണാൾഡ് ട്രംപുമായി പാക് സൈനിക മേധാവി അസീം മുനീറും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യക്കെതിരെ അമേരിക്ക ഇപ്പോൾ താരിഫ് യുദ്ധമടക്കം പ്രഖ്യാപിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെയും ഇന്ത്യ ഏറെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ അത്തരത്തിലൊരു ചൊറിച്ചിലുമായി ഇന്ത്യയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഭാഗം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.